നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 7/4/2026 ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടാനാണ് സാധ്യത. ലാറ്റക്സ് വിലയിൽ വൻ വർധനവ്, കർണാടക വില അതുപോലെ നിൽക്കുകയാണ്. ഒട്ടുപാലിനും നല്ല വില വർധനമുണ്ട്. ഇനി കോട്ടയം വില നോക്കുമ്പോൾ RSS 4 കിലോ 229, RSS 5 കിലോ 225, ISN 20 192, ലാറ്റക്സ് 60 DH 156 രൂപ 40 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 229, RSS 5 കിലോ 225. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡ് ആൻഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 220, ലോട്ട് കിലോ 197 മുതൽ 202 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DH ഒട്ടുപാൽ കിലോ 144, 60% DH ഒട്ടുപാൽ കിലോ 108. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 216, RSS 5 കിലോ 213. കർണാടക വില നോക്കുമ്പോൾ RSS 3 224 രൂപ 50 പൈസ, RSS 5 കിലോ 224, RSS 5 218, ലോട്ട് കിലോ നോക്കുമ്പോൾ കിലോ 197, ഒട്ടുപാൽ നോക്കുമ്പോൾ 138. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം RSS 4 കിലോ 221, RSS 5 കിലോ 217, ISN 20 192 50 പൈസ മുതൽ 193 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DH ഒട്ടുപാൽ കിലോ 126 മുതൽ 140 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് 220, ഫാക്ടറി വില 230, 25% DRC ഉള്ള 200 ലിറ്റർ ബാരൽ 11,000, 30% DRC ഉള്ള 200 ലിറ്റർ ബാരൽ 13,200, 35% DRC ഉള്ള 200 ലിറ്റർ 15,400, 40% DRC ഉള്ള 200 ലിറ്റർ ബാരൽ 17,600. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. മഴ പെയ്തതിന് ശേഷം ഭൂമി തണുത്തതിന് ശേഷം വീണ്ടും ടാപ്പിംഗ് പുനരാരംഭിക്കുക. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 13,810, ഒരു പവൻ 1,14,480. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,666, ഒരു പവൻ 1,20,528. അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,299, ഒരു പവൻ 90,392. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 25 രൂപ, ഒരു പവന് മുകളിൽ 200 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 50 മുതൽ, വെളിച്ചെണ്ണ ലിറ്റർ 400, കച്ചവലം ഉണങ്ങിയത് 500, നെല്ല് കിൻഡൽ 2,500, കൊപ്ര എടുത്തപടി 156, കാഞ്ഞിരക്കുരു 1,880, കാപ്പിക്കുരു 35,000, പൈനാപ്പിൾ പച്ച 28, പഴം 30, ഗ്രാമ്പു 805, നാടൻ ഗ്രാമ്പു 930, കുരുമുളക് 6 കിലോ 707, കുരുമുളക് അങ്കാറുള്ളിൽ 687, കുരുമുളക് പുതിയത് 670, ചേട്ടൻ 680, വയനാടൻ കുരുമുളക് 690, നാടൻ 680, അടയ്ക്ക പുതിയത് 390, പഴയ അടയ്ക്ക 420. എന്തായാലും അതിവാശിയേറിയ 2026 ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. BJP ഈ നിയമസഭാ ഇലക്ഷനിൽ അക്കൗണ്ട് തുറക്കുമോ? നേമത്തും വട്ടിയൂർക്കാവും പാലക്കാടും ഒക്കെ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. അക്കൗണ്ട് തുറക്കത്തില്ലെന്നാണ് LDFും കോൺഗ്രസും പറയുന്നത്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മെയ് 4 അറിയാൻ വിജയപ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഉൾപ്പെടെ പ്രമുഖ നേതാക്കന്മാരെല്ലാം BJPക്ക് വേണ്ടി ശക്തമായി ഇവിടെ പ്രചരണത്തിന് വന്നിരുന്നു. അതുപോലെ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മറ്റും ശക്തമായ പ്രചരണത്തിനും വന്നു. അതുപോലെ CPMന് ഇടതുപക്ഷത്തിനായി പല പ്രമുഖ നേതാക്കളും, വൃന്ദ കാരാട്ടും, പ്രകാശ് കാരാട്ടും തുടങ്ങിയ MA ബേബി തുടങ്ങിയ പല നേതാക്കന്മാരും പ്രചരണത്തിനെത്തി വമ്പിച്ച പ്രകടനം നടത്തുകയൊക്കെ ചെയ്തു. എല്ലാം ഫലം മെയ് 4 ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാം. ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നത് നമുക്ക് അന്നേ അറിയാൻ പറ്റും. എന്തായാലും നമുക്കും ഏപ്രിൽ 9 പോയി പോളിംഗ് ബൂത്തിൽ നമുക്ക് വോട്ട് ചെയ്യാം. പോകുമ്പോൾ ആധാറോ ID കാർഡോ മറ്റു രേഖകൾ കരുതുക. ഒപ്പം
വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് എത്രാം നമ്പരാന്നുള്ളതും കുറിച്ച് കൊണ്ടുപോവുക. അന്നേരം വളരെ ഈസി ആയിരിക്കും അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക്. അതുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു.